ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് മൈ ഫ്രണ്ട്സ്, ഞാൻ BCom പഠിച്ചിട്ടുണ്ട്, MCom പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇന്ത്യൻ CA കോഴ്സ് പഠിച്ചിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. ICW ആയിരുന്ന സമയത്ത് അതും പഠിച്ചിട്ടുണ്ട്. അതായത് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റും വർക്കേഴ്സ് അക്കൗണ്ടന്റും ചാർട്ട് അക്കൗണ്ടന്റും ഡിഗ്രീസ് എൻ്റെ കയ്യിലുണ്ട്. ബട്ട് ഐ ഡോണ്ട് വർക്ക് ലൈക്ക് ദാറ്റ്. ഐ ഡെലിഗേറ്റ് ദ വർക്ക്. അതാണ് എൻ്റെ സ്റ്റൈൽ. ഐ നോ എവറി ലോ ആൻഡ് IDT, DT എല്ലാം എനിക്കറിയാം. അത് കൂടാതെ ലക്ഷ്യ ആപ്പ് വഴി ACCA, CMA USA തുടങ്ങിയവയും കൂടെ പാസ്സായിട്ടുണ്ട്. CFA പാസ്സായിട്ടുണ്ട്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഞാൻ ബാങ്കിലായിരുന്നപ്പോൾ അസോസിയേഷൻ മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യ അതിന് AMFI സർട്ടിഫിക്കറ്റ് എടുത്തു, ജനറൽ ഇൻഷുറൻസിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു, ലൈഫ് ഇൻഷുറൻസിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു. ക്രോസ് സെല്ലിംഗ് അതുവഴി 8 ലക്ഷം രൂപ ഉണ്ടാക്കി. ഐ വാസ് അച്ചീവർ ഇൻ ദ ബാങ്ക്. ഞാൻ ഏതൊക്കെ വർഷം ബാങ്കിൽ വർക്ക് ചെയ്യുന്നോ ആ വർഷമല്ല ഞാൻ അച്ചീവറാണ്. ഓരോ വർഷവും എനിക്ക് 3 ലക്ഷം രൂപ വെച്ച് ഇത് കിട്ടിയിരുന്നു, ഇൻസെന്റീവ്. തുടക്കത്തിലെ മാസത്തെ ശമ്പളം തന്നെ 50,000 രൂപയായിരുന്നു. കൂടാതെ പെട്രോൾ അലവൻസ് വേറൊരു 15,000 രൂപ. അത് അവസാനമായപ്പം 85,000 രൂപ സാലറി ടേക്ക് ഹോമാണ്. ഗ്രോസ് സാലറി 1.23 ലാക്സും. പെട്രോൾ അലവൻസ് ഏകദേശം 50,000-ഓളം രൂപ വന്നു. ഫർണിച്ചർ അലവൻസ്, ഫോറിൻ അലവൻസ് ആണ് SBI പറയുന്നത്. പക്ഷേ ഇൻസെന്റീവിൽ തന്നെ ഞാൻ ഓവർ അച്ചീവ് ചെയ്തു. ഞാൻ POS മെഷീൻസ് ഓൾട്ടർനേറ്റ് ചാനൽ മാനേജർ എന്നുള്ള രീതിയിൽ നിന്നപ്പം ATM മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏകദേശം 400-ഓളം ATM ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഏകദേശം 40,000-ഓളം മൊബൈൽ കസ്റ്റമേഴ്സിനെ യോനോ SBIയിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അന്ന് യോനോ SBI അല്ല, അന്ന് വേറൊരു ആപ്പായിരുന്നു. SBIയുടെ ബേസിക് മൊബൈൽ ബാങ്കിങ് ആപ്പായിരുന്നു. വ്യാപാർ വിസ്താർ, അതായത് ഇന്റർനെറ്റ് ബാങ്കിങ് ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് അത് ചെയ്തിരുന്നു. POS മെഷീൻസ് ഏകദേശം 4 ലക്ഷത്തോളം POS മെഷീൻസ് ഞാൻ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്തു. ഇതിന്റെയൊക്കെ ഇൻസെന്റീവാണ് കിട്ടിയത്. കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത പൈസയാ, ഒരു പട്ടി നിന്ന പൈസയല്ല. കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത പൈസയാണ്. ഈ പഠിച്ചതിനെല്ലാം നേരത്തെ പറഞ്ഞല്ലോ, എല്ലാത്തിനും എന്റെ കണ്ണിന് ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് എനിക്ക് റീഇംബേഴ്സ് ചെയ്തു. സ്കോളർഷിപ്പോടെ എല്ലാത്തിന്റെയും പൈസ എനിക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടി. അപ്പൊ എങ്ങനെയാണ് പഠിച്ചതിനെല്ലാം കൂടെ ചെലവ് 80 ലക്ഷം രൂപയായിരുന്നു. പക്ഷെ തിരിച്ചു കിട്ടിയതോ 80 ലക്ഷം കിട്ടി. പിന്നെ 1,60,00,000 രൂപ മര്യാദ പലിശ ചേർത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നു. ഇതൊക്കെയാണ് എന്റെ പൈസ. ഇതേത് റാസ്കലിന് പറയാൻ പറ്റും ഇത്ര അച്ചീവ്മെന്റ്സ് ഉണ്ടെന്ന്? ഏതൊന്ന് പറയാൻ പറ്റും? ഇവിടുത്തെ യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്ക് പോകുന്നവന്മാരോ 50 സെന്റും 100 സെന്റും ലാൻഡ് വിറ്റ് അമേരിക്കയിലും യൂറോപ്പിലും പോയി പെറ്റി ജോബ്സ് ചെയ്ത് ജീവിക്കുന്നവന്മാരോ? ഇവിടെ തന്നെ ജീവിക്കുന്നവന്മാരോ 80 ലക്ഷം രൂപയും 1 കോടി രൂപ കൊടുത്ത് കോളേജ് അധ്യാപകരായിട്ട് കയറുന്നവരോ? അതോ 60 ലക്ഷം രൂപ തൊട്ട് 80 ലക്ഷം രൂപ വരെ കൊടുത്ത് എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചർമാരായിട്ട് കയറുന്നവന്മാരോ? ഇവരാണോ പഠിപ്പിക്കുന്നത്? ഇവർ പഠിച്ചാൽ എന്തോ മനസ്സിലാവും പിള്ളേർക്ക്? ഇവന്മാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഒള്ളി ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ്. അവർ പഠിപ്പിക്കാനല്ല വന്നിരിക്കുന്നത്, ഉപജീവനത്തിനാണ്. ഉപജീവനത്തിന് പോയി തെണ്ടണം. അവൻ സ്ത്രീധനം മേടിക്കാനാണ് ഈ ജോലി എടുക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചത് ഒരു പൈസ സ്ത്രീധനം മേടിച്ചെന്ന് മാത്രമല്ല, ഞാൻ അങ്ങോട്ട് ചെലവാക്കി. ഞാനാണ് താലിമേല മേടിച്ചത്. ഞാനാണ് കല്യാണത്തിന്റെ ചെലവെല്ലാം നടത്തിയത്. ഞാനാണ് കല്യാണത്തിന്റെ സദ്യയുടെ ചെലവ് നോക്കിയത്. എന്റെ വീട് പെയിന്റ് ചെയ്തത്, എന്റെ വീടിന്റെ റിനോവേഷൻ നടത്തിയത്.
ഇതൊക്കെ നിങ്ങളിൽ ആർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഒരാള്, ജസ്റ്റ് ഒരാള് പറയും. ബന്ധുക്കളെ വിട തീട്ടങ്ങള് കള, അവന്മാരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തം തന്തയുടെ തള്ളയുടെ പെൻഷൻ എടുത്ത് ജീവിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചവന്മാര്, അപ്പൂപ്പന്റെ വസ്തു വിറ്റ് ജീവിച്ചവന്മാര്. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കടപ്പാട് ലോകത്തുണ്ടെങ്കിൽ എന്റെ സിസ്റ്ററിനോട് മാത്രമാണ്. അവൾ എന്നെ ചില സമയത്ത് അയച്ചിട്ടുണ്ട്, അത് മാത്രം. കാരണം വെച്ചാൽ കണക്ക് ചോദിക്കാതെ തരുന്നവർക്ക് ഞാൻ കണക്കില്ലാതെ കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. ഇത്രേ പറയാനുള്ളൂ. ജീവിതത്തിൽ മനസ്സിൽ കുറെ വിഷമമുണ്ടായിരുന്നു. ഇന്നലെ ആ കല അനിൽകുമാർ എന്ന് പറഞ്ഞ പൊലയാടി മോള് വിളിച്ച് അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് എന്റെ അച്ഛൻ ഈ കഴിവട മക്കളുടെ ഇന്ന് മേടിച്ചതെന്ന്. ഇപ്പോഴത്തെ വാല്യൂ വരുന്ന 8,000 കോടി വസ്തുക്കളിൽ എന്റെ അച്ഛന് ആകെ കിട്ടിയത് എല്ലാം കൂടെ 65 ലക്ഷം രൂപ 2017 വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാ. അതിനകത്ത് ഞാൻ ഡെവലപ്പ് ചെയ്തത് 25 കോടി ആക്കിയപ്പം അവർക്ക് വേണം. ഞാൻ എന്റെ വീട്, എന്റെ അച്ഛൻ 3 ലക്ഷം രൂപ 85 മേടിച്ച വീട്, 4 ലക്ഷം രൂപ അച്ഛൻ 50,000 രൂപ ഷെയർ കൂടെ ചേർത്ത് ഉള്ള വീട് ഇപ്പൊ അത് 25 കോടി ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ മിടുക്ക്, ഞാൻ ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾ കാണുന്നതാണല്ലോ വിഷു അക്കാഡമിയുടെ പഴയ പിക്ചർ, ഇപ്പോഴത്തെ പിക്ചറും. അത് ഇൻവെസ്റ്റ്മെന്റ് ആരാണ് ചെയ്തത്? എന്റെ പിള്ളേർ എനിക്ക് ഫീസ് അയച്ചു തന്ന പൈസ, എന്റെ സിസ്റ്റർ എനിക്ക് തന്ന പൈസ, അത് വെച്ചാണ് ഞാൻ ചെയ്തത്. ഒരു പട്ടിക്കുമില്ല. എല്ലാ കോൺട്രാക്ടേഴ്സിനും എല്ലാ പണിക്കാർക്കും ചോദിച്ച പൈസകൾ കൂടുതലാണ് കൊടുത്താൽ. ആൾക്കാരെന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പൈസ കൂടുതൽ കൊടുക്കരുതെന്ന്. എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് അവന്മാർ കൊടുക്കാത്ത? അവന്മാരെ കണക്ക് പറയുന്നതോ? ഞാൻ കണക്ക് പറഞ്ഞാൽ, ഞാൻ കണക്ക് വെച്ചാൽ അതിനേക്കാൾ താത്ത ഒരാൾ പറഞ്ഞാൽ ഞാൻ കണക്ക് വെച്ചതിനേക്കാളും കൂടുതൽ പറയും അവർക്ക് കൊടുക്കാവുന്ന. എന്റെ ലാൻഡിൽ ഒരു കോൺട്രാക്ട് പറഞ്ഞു, ആ പൈസ അവർ പറഞ്ഞതിന്റെ എമൗണ്ട് എന്റെ അടുത്ത് നിന്ന് പറഞ്ഞ എമൗണ്ട് ഞാൻ ആദ്യം പറഞ്ഞു അതിനേക്കാൾ 15,000 രൂപ കൂടുതൽ തരാം. അടുത്ത ദിവസം ആലോചിച്ച് വിചാരിച്ചു ഇവർ കുറച്ചുകൂടെ വർക്ക് ചെയ്തത്, അപ്പം ഇവർക്ക് 15,000 രൂപ എക്സ്ട്രാ കൊടുക്കണം. 20,000 രൂപ എക്സ്ട്രാ കൊടുത്തു. ഇതേ കണക്കാണ് എല്ലാം ഇന്റർലോക്കിംഗ് ഇട്ടതും. ഏകദേശം 16,000 സ്ക്വയർ ഫീറ്റ് ഇന്റർലോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആർക്കെങ്കിലും ആലോചിച്ച് സ്വപ്നം കാണാൻ പറ്റുമോ? 12,000 സ്ക്വയർ ഫീറ്റ് ടൈലിങ്, 1,40,000 സ്ക്വയർ ഫീറ്റ് പെയിന്റിങ്. അത് പ്രൈമർ ഒറ്റ പ്രാവശ്യം അടിക്കുകയല്ല, പിന്നെ അത് കൂടാതെ 4 പ്രാവശ്യം കോട്ട്. എല്ലാ വാൾസും വാർഡ്രോബ്സും എല്ലാം വാർണിഷ് ചെയ്തു. ഡബിൾ കോട്ട്, ട്രിപ്പിൾ കോട്ട് പെയിന്റ് അടിച്ചു, വാർണിഷ് ചെയ്തു. ഫർണിച്ചേഴ്സ് എല്ലാം റീഫർബിഷ് ചെയ്തു. എല്ലാ കട്ടിലും ഏകദേശം 28ഓളം കട്ടിലിന് വേണ്ടി റീഫർബിഷ് ചെയ്തു. ഇലക്ട്രിക്കൽ റീവയറിംഗ് എല്ലാം ചെയ്തു. DV ബോക്സസ് മാറ്റി. ഇതിനൊക്കെ പൈസ വേണ്ടേ? പൈസ ഇല്ലാതെ പറ്റൂ? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ആയിരുന്നു, അപ്പൂപ്പന്റെ ആയിരുന്നു, തേങ്ങായുടെ ആയിരുന്നു എന്ന് പറഞ്ഞു വന്നിട്ട് കാര്യമുണ്ടോ? ഒന്ന് പൈസ ആകണോടാ. ഒന്നത് വല്ലവരും ഉണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കരുത്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് ആദ്യം നോക്ക്. ഒരു കളഞ്ഞതിനെ പറ്റി ആലോചിച്ച് നോക്ക്. സ്വന്തമായിട്ട് വിറ്റ വസ്തുക്കളെ പറ്റി നോക്ക്. ഇപ്പോഴത്തെ കാര്യം നോക്ക്, എത്ര കളഞ്ഞതെന്ന്. നീയൊക്കെ അതിനെ കൂടെ കളഞ്ഞ വസ്തുക്കളെ കൂട്ടി നോക്ക്. അതാ ഇപ്പം പറഞ്ഞത് 8,000 കോടി രൂപയെന്ന് ഇപ്പോഴത്തെ വാല്യൂ. നീയൊക്കെ പണ്ട് അത് 80 ലക്ഷം രൂപയ്ക്കും 1 കോടി രൂപയ്ക്കും വിറ്റതിന് നമ്മളെന്ത് ചെയ്യാനാ? പട്ടിത്താടികളെ.